റിജോ ഏറെ വർഷം ഗൾഫിലായിരുന്നു. ഇപ്പം നിലവിൽ അയാൾ ഇവിടെ വന്നതിന് ശേഷം കുറച്ച് സാമ്പത്തിക ബാധ്യതകളുണ്ട്. അയാൾക്ക് പുതിയൊരു വീടൊക്കെ വാങ്ങിച്ചു. ഇവിടെ വന്ന് നല്ല രീതിയിൽ ജീവിക്കുകയാണ് അയാൾ. വലിയ വീടും ഒക്കെയാണ്. പക്ഷേ കുറേ സാമ്പത്തിക ബാധ്യത വന്നപ്പം അത് കവർ ചെയ്യാൻ അയാളൊരു തീരുമാനം എടുത്തു എന്നാണ് പറയുന്നത്. അത് ഞങ്ങൾ വെരിഫൈ ചെയ്യാനുണ്ട്. അയാൾ പറഞ്ഞ അതേപടി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല. അയാൾ കുറേ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പൈസയെ സംബന്ധിച്ച് പോലും അയാൾ തിരിച്ചും മറിച്ചൊക്കെ പറയുന്നുണ്ട്. അയാൾ കൺഫ്യൂസ്ഡായിട്ടാണ് പറയുന്നത്. പൈസ ഉണ്ട്, ഒരിടത്തുണ്ട് എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. ഞങ്ങളിപ്പോൾ തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്. റിക്കവറി അയാൾ ഉണ്ടെന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനല്ല. ഞങ്ങൾക്കതിന് ഫോർമാലിറ്റി ഉണ്ട്. മാത്രമല്ല അയാൾ ആദ്യം ഒന്ന് പറയുന്നു, ഇച്ചിരി കഴിഞ്ഞാൽ വേറൊന്ന് പറയുന്നു. അത് ഞങ്ങൾ വെരിഫൈ, അതിനാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പ്രോപ്പറായിട്ട് ഇപ്പം ചോദ്യം ചെയ്യും. തുടർന്നറിവുകളെല്ലാം പെട്ടെന്നാണ്. ഇപ്പം തന്നെ ഞങ്ങളെല്ലാം ചെയ്യും. അയാൾ നല്ലപോലെ മദ്യപിക്കുന്ന ആളാണ്. അയാൾ സമ്മതിക്കുന്നുണ്ട്. ഈ കൊണ്ടുപോകുന്ന പൈസയിൽ നിന്ന് കുറച്ച് പൈസ അയാൾ ഒരു കുപ്പി ലിക്കർ വാങ്ങിച്ചെന്നും പറയുന്നുണ്ട്. അത്യാവശ്യം കടം 48-49 അയാൾക്ക് കടമുണ്ട്. ഒരു കടം അയാൾ 2,90,000 രൂപ ഒരാൾക്ക് കൊടുത്തായിട്ട് പറയുന്നുണ്ട്. ഈ പൈസയിൽ നിന്ന് 2,90,000 ലയബിലിറ്റി ബാങ്ക് അല്ല, അല്ലാതെ ഒരുപാട് കടങ്ങളുണ്ട്. അയാളൊരു വീട് വാങ്ങിച്ചു എന്ന് പറഞ്ഞു. വലിയൊരു വീടും വലിയ സൗകര്യത്തിന് വീടാണ് വാങ്ങിച്ചത്. അല്ല, 2,90,000 ഒരാൾക്ക് മാത്രം കടം വീട്ടാൻ കൊടുത്തു എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. ലിക്കർ വാങ്ങിച്ചു, എൻ്റെ കുറച്ച് പൈസ ചിലവാക്കി, കുറച്ച് പൈസ ബണ്ടിൽ പൊട്ടിക്കാതെ വെച്ചിട്ടുണ്ടെന്ന് അയാൾ പറയുന്നുണ്ട്. പക്ഷേ അത് അയാൾ തിരിച്ചും മറിച്ചും പറയുമ്പോൾ നമുക്ക് വെരിഫൈ ചെയ്യണം. അത് ഞങ്ങളത് ഇപ്പം തന്നെ ചോദ്യം ചെയ്തിട്ട് ഇപ്പം തന്നെ തുറന്ന റോഡിലേക്ക് നമ്മൾ പോവുകയാണ്. വൈഫ് പുറത്താണ്, ഗൾഫിലാണ്, കുവൈറ്റിലാണ്, നല്ലൊരു ജോലിയിലാണ്. അവർ നഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. എന്തോ അത് റിക്കവറി ഞങ്ങൾ പറഞ്ഞല്ലോ. റിക്കവറി എന്ന് പറയുമ്പോൾ അതൊരു നിയമപരമായുള്ള നടപടിയാണ്. അപ്പോൾ അത് കറക്റ്റായ ഒരു ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം ഉടൻ തന്നെ ഉണ്ട്, അല്ലാതെ വൈകത്തില്ല. സ്വദേശം ചാലക്കുടിയാണ്. മാത്രമല്ല ആ ചാലക്കുടി ഫെഡറൽ ബാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് പള്ളി ഉണ്ടല്ലോ, പോട്ടാ പള്ളി. ആ പള്ളിയിൽ അതാണ് അയാൾ അവിടെ വരാൻ കാരണം. ആ പള്ളിയിൽ അയാൾ എല്ലാ ഞായറാഴ്ചയും വരാറുണ്ട്. അയാൾ അതേ ഇടവകയാണ്. ഭാര്യ ദൂർത്തടിച്ച് കളയുന്നു. അയാൾക്ക് അനാമത്ത് ചിലവുകൾ ഒരുപാടുണ്ട്, കമ്പനീസ് ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. കുറേ കാര്യങ്ങൾ അയാൾക്ക് സാമ്പത്തിക ബാധ്യതയുണ്ട്, കുറേ പൈസ വേണമെന്ന് ആഗ്രഹമുണ്ട്. പെട്ടെന്ന് കണ്ടു, 3 കെട്ട് ഓപ്പൺ ആയിട്ടിരിക്കുന്ന കണ്ടു. അത് ഞാൻ ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിരുന്ന കണ്ട് കറക്റ്റായിട്ട് അത് കെട്ടിവെച്ചിരുന്നതാണ്. അത് അതേപടി എടുത്തു. അപ്പോഴത്തേന് അകത്ത് ആളുണ്ട്. ഫോൺ വിളിക്കുന്ന ശബ്ദമൊക്കെ അയാൾ കേട്ടു. അകത്ത് അവർ പലരും വിളിക്കുന്നുണ്ട് ഫോണിൽ. അപ്പോൾ റോഡ് സൈഡാണല്ലോ, കൂടുതൽ സമയം കളയാനില്ല, എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. അതാണ് അയാൾ സ്പീഡപ്പ് ചെയ്ത് നല്ലൊരു എമൗണ്ട് കിട്ടിയല്ലോ. നേരെ 3 ബണ്ടിൽ തന്നെ പെട്ടെന്ന് ഓപ്പണായിട്ടിരിക്കുകയാണ്. അതാണ് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങളൊന്ന് ചോദ്യം ചെയ്ത് ഞങ്ങളുടെ ഞാൻ അയാൾ ഫസ്റ്റ് ഓഫൻസ് എന്ന് പറയുന്നു. ചോദ്യം ചെയ്യലുണ്ട്. ചോദ്യം ചെയ്ത ശേഷം മാത്രമേ അയാൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അയാൾ ഞങ്ങൾ പെട്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഞങ്ങൾക്കതൊന്നും ഈ പറഞ്ഞൊന്നും ഞങ്ങൾ അതേപടി എടുക്കുന്നില്ല. ഈ പറഞ്ഞ ഒരു കാര്യവും ഞങ്ങൾ ഫൈനലായിട്ട് എടുക്കുന്നില്ല. അയാൾ പറഞ്ഞ് കിട്ടിയ വിവരങ്ങളാണ് പറഞ്ഞത്. ഇതെല്ലാം ഞങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി. ഞാനതാ പറഞ്ഞത്. ഉണ്ട്, അവിടെ പൈസ ഉണ്ട് എന്ന് അയാൾ എഗ്രി ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്കത് അതിൻ്റെ ഫോർമാലിറ്റി ഉണ്ട്. മാത്രമല്ല അയാൾ എവിടെ വെച്ചേക്കുന്നുള്ള തിരിച്ചും മറിച്ചൊക്കെ പറയുകയാണ്. അതായത് ഞങ്ങൾക്ക് ഒന്നും കൂടെ ചോദ്യം ചെയ്യണം. അല്ല, ആ ഭാഗമൊക്കെ അന്വേഷിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. പല റൂട്ട് തിരിച്ചും മറിച്ചൊക്കെ വന്നതായിട്ട് പറയുന്നു. അതിലെല്ലാം ക്ലാരിറ്റി വേണം. ഞങ്ങൾ ഒരുപാട് സമയം കിട്ടിയില്ലല്ലോ, ചെറിയ സമയമേ കിട്ടിയുള്ളൂ. അതെല്ലാം ചോദിച്ച് അയാൾ പറഞ്ഞതിനെല്ലാം ഞങ്ങൾക്കൊരു ഫൈനൽ അത് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിലാണ് ഞങ്ങൾ പിന്നെ CCTV ഫുട്ടേജ് നോക്കി, കോൾ ഡീറ്റെയിൽസ് നോക്കി, പിന്നെ ടവർ ലൊക്കേഷൻ നോക്കി. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങൾ ഉറക്കം അത് കഴിഞ്ഞ 3 ദിവസം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. ഞങ്ങളുടെ പോലീസ് ടീം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അത് ഇന്ന് ഞായറാഴ്ചയാണ്. ഞങ്ങളുടെ മുഴുവൻ പോലീസും നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് ചെയ്യാവുന്നൊരു മാക്സിമം തൃശ്ശൂർ ജില്ല, റൂറൽ ജില്ലയുടെ ഈ ക്രൈം വർക്കുമായിട്ട് ഇടപെടുന്ന ഞങ്ങളുടെ മുഴുവൻ റാങ്ക് വ്യത്യാസമില്ലാതെ എല്ലാവരും, ഇവരെല്ലാം പല സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാരാണ്. ഒറ്റ കാര്യം കൂടി, ഈ പ്രതി എന്താണ് നാട് വിടാതിരുന്നത്? അവിടെ തന്നെ ഈ അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കാൻ കാരണം അയാൾക്ക് പിടിക്കപ്പെടത്തില്ല എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അയാൾ പറയുന്നുണ്ട്. അതിനാണ് അയാൾ ഇത്രയും ചെയ്തത്. കാരണം ഇത്ര പ്ലാൻഡായിട്ട് അയാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ. എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? വണ്ടി എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും?
അയാളുടെ വീട്ടുമുറ്റത്തു നിന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അത് ഞാൻ അതാ പറഞ്ഞത്, ഞങ്ങൾ വളരെ നല്ല രീതിയിൽ വളരെ കൃത്യമായിട്ട് ഓരോ ഇഞ്ചും, അതാണ് പല പ്രാവശ്യവും ഞങ്ങൾക്ക് എടുത്ത് പലതും പറയാൻ പറ്റിയില്ല. ചെന്ന സമയത്ത് ഫസ്റ്റ് അറസ്റ്റ് ചെയ്ത സമയത്ത് പുള്ളിയുടെ റിയാക്ഷൻ എന്തായിരുന്നു? അയാൾ ഷോക്ക്ഡ് ആയിപ്പോയെന്നാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഷോക്ക്ഡ് ആയിപ്പോയി. കാരണം അയാൾ പിടിക്കപ്പെടുമെന്ന് വിചാരിച്ചില്ല. കാരണം അയാൾ വലിയ നിലയിൽ വലിയ വീടൊക്കെ വെച്ച് നാട്ടുകാരുടെ എല്ലാം മുമ്പിൽ വലിയ ആളായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അയാളുടെ വീട് കണ്ടല്ലോ നിങ്ങൾ, വലിയൊരു വീടാണ്, വലിയ സൗകര്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അയാൾ വലിയ ആളായിട്ട്, കാരണം ഭാര്യ പുറത്താണ്, വലിയ ജോലിയുണ്ട്. അയാൾ ആക്ച്വലി ഞെട്ടിപ്പോയി. അയാൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും എന്നെ പിടിക്കുമെന്ന് വിചാരിച്ചില്ലെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അയാൾ പട്ടാപ്പകൽ കയറത്തില്ല. ഉച്ചയ്ക്ക് ശേഷം നിങ്ങളുടെ ടീം ഈ പരിസരത്തെല്ലാം കറങ്ങുന്നുണ്ട്. അപ്പോൾ പ്രതി സ്വാഭാവികമായിട്ട് കണ്ടിട്ടുണ്ട്. പ്രതിയുടെ വീട്ടിൽ കുടുംബസമ്മേളനം നടന്നിരുന്നു പറഞ്ഞു. അയാളുടെ വീട്ടിൽ കുടുംബസമ്മേളനം ഉണ്ടായിരുന്നു. അയാൾ പിന്നെ പത്രത്തിലല്ല, അയാൾ പറയുന്നത് ഫോണിൽ അയാൾ വാർത്ത കണ്ടു. അയാളുടെ ഫോണിൽ തന്നെ അയാൾ ഈ എല്ലാ ചാനൽ വാർത്തകളും അയാൾ കണ്ടതായിട്ട് അയാൾ പറയുന്നുണ്ട്. അപ്പം അപ്പോഴും അയാളുടെ ധാരണ അയാളെ പിടിക്കില്ല എന്നുള്ളതാണ് അയാളുടെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ അയാൾ നിൽക്കത്തില്ലല്ലോ. അയാൾ വളരെ പ്ലാൻ ചെയ്തതാണ്. പിടിക്കപ്പെടത്തില്ല, കാരണം ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു വഴി അയാൾ കൊടുത്തിട്ടില്ല. വണ്ടിക്ക് ഐഡൻറ്റിഫിക്കേഷൻ കൊടുത്തിട്ടില്ല. സാധാരണ പിടിക്കുന്നത് വണ്ടി ഐഡൻറ്റിഫിക്കേഷനും ആൾ ഐഡൻറ്റിഫിക്കേഷനുമാണ്. അതിനാണ് ഈ ഡബിൾ ഗാർഡ് എടുത്തത്. അതായത് അയാൾ നോക്കുക, ഇതിൽ എവിടെങ്കിലും അയാൾ ആ ഹെൽമെറ്റ് ഊരിയിട്ടില്ല. ഡ്രസ്സ് മാറുന്ന സ്ഥലത്ത് ഹെൽമെറ്റ് ഊരിയിട്ടില്ല. അയാൾ മിറർ റിമൂവ് ചെയ്ത സമയത്ത് അയാൾ ഹെൽമെറ്റ് ഊരിയിട്ടില്ല. ഒരിടത്തും പോലും ഊരിയിട്ടില്ല. ഇത് പോലീസിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു പ്രൊഫഷണലിസം ഉണ്ട്. പിന്നെ പോലീസിൻ്റെ ഇന്ന് പോലും സീനിയർ ഓഫീസർ DIG സാർ ഇന്ന് തൃശ്ശൂർ വന്നു. ഞങ്ങൾ എല്ലാവരും സീനിയർ ഓഫീസേഴ്സ് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് എപ്പോഴും ഞങ്ങൾ ഇന്ന് മാത്രമാണ് ഞങ്ങൾ ഇല്ലയോ നിങ്ങളെല്ലാം വിളിക്കുമ്പോഴൊക്കെ ഞങ്ങൾ കറക്റ്റ് ട്രാക്കാണ്. കാരണം ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ടായിരുന്നു പിടിക്കാൻ പറ്റുമോ. 100% ഉറപ്പുണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾ ആ രീതിയിലുള്ള വർക്കാണ് ചെയ്തത്. പിന്നെ ഇതേ സമയം ഇന്നും ഞാൻ പോയി. ഞങ്ങളുടെ ടീം ബാങ്കിലും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാ തരത്തിലുള്ള വർക്കും ചെയ്തു. കാരണം ബാങ്കിൽ വരാൻ സാധ്യതയുള്ള സ്റ്റാഫ്, ബാങ്കിൽ ഞങ്ങളുടെ കാൽക്കുലേഷൻ എല്ലാം കറക്റ്റാണ്. ഇയാൾ 3 ദിവസം മുമ്പ് ബാങ്കിൽ വന്നു. ഞങ്ങൾ 3-4 ദിവസം മുമ്പ് ഇയാൾ ബാങ്കിൽ വന്നിട്ടുണ്ട് ഇതെല്ലാം കാണാൻ വേണ്ടി. ഒരു ATM കാർഡുമായിട്ട് ATM കാർഡിൽ വർക്ക് ചെയ്യാത്തൊരു ATM കാർഡ് കൊണ്ടിട്ടിട്ട് അത് കേടാന്ന് പറഞ്ഞ് ഇയാൾ അകത്ത് കയറി. അപ്പം ഇതൊക്കെ ഞങ്ങളുടെ എക്സ്പയറി ആയ ATM കാർഡുമായിട്ട് അയാൾ വന്നിട്ട്, അപ്പം കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം ഇയാൾ ഉറപ്പായിട്ട് നേരത്തെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം ചെയ്തത് ആ ബാങ്കിലെ ലാസ്റ്റ് 15 ദിവസത്തെ അവരുടെ ഫുട്ടേജ് ഉണ്ടല്ലോ, അവരുടെ CCTV ഫുട്ടേജ് ഞങ്ങൾ എടുത്ത് പരിശോധിച്ചു. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ ചില തുമ്പുകളാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ചില കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ പറയുന്നില്ല. ബാധ്യത ഒരുപാടുണ്ട്. അയാൾ പലത് പറയുന്നു, അതൊക്കെ ഇനി വെരിഫൈ ചെയ്യാനുണ്ട്. അയാൾ കുടുംബമായിട്ടാണ് താമസിക്കുന്നത്. അയാളുടെ ഭാര്യ പുറത്താണ്, മക്കളൊക്കെ ഉണ്ട്. അല്ല, വഴിത്തിരിവ് ഞങ്ങൾ അന്നന്ന് നിങ്ങൾ നോക്കൂ. ഇന്ന് രാവിലെ ഞങ്ങൾ വീഡിയോ കോൺഫറൻസ് നടത്തി. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ VC നടത്തി. ഇന്നലെ രാവിലെ VC നടത്തി. ഇന്ന് രാവിലെ ഞാനിവിടെ വന്നു. ഞാൻ ഈ സ്റ്റേഷനിൽ വന്നു. ഞങ്ങളുടെ സീനിയർ ഓഫീസേഴ്സ് എല്ലാം തന്നെ ഓരോ ദിവസവും ഇങ്ങനെ വിളിച്ച് എൻ്റെ പ്രോഗ്രസ്, എല്ലാ സപ്പോർട്ടും എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ ഒരു ടവർ അല്ലെങ്കിൽ കോൾ ഡീറ്റെയിൽസ് എന്നൊക്കെ പറയുന്നതൊന്നും അങ്ങനെ വെറുതെ എടുക്കാൻ പറ്റത്തില്ല. തിരുവനന്തപുരത്ത് സംസ്ഥാന പോലീസ് മേധാവി ഓർഡർ തന്നാൽ മാത്രമേ നമുക്കൊരു അപ്പം ഇതൊരു കൂട്ടായ വർക്കാണ്. പോലീസുകാരുടെ ഒരു ഹാർഡ് വർക്കാണ് എൻ്റെ പറയുന്നത്.